മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാൻ ജ്ഞാൻവാപിയിൽ പറ്റില്ല എന്ന് പറയുന്നത് പോലെ തർക്കഭൂമിയിൽ പൂജ നടത്താൻ ഹിന്ദുക്കളും വരരുത് എന്ന് മുസ്ലിം പണ്ഡിതൻ അതീഖ് ഉർ റഹ്മാൻ. കൃഷ്ണ ജന്മഭൂമിയും ജ്ഞാൻവാപിയും മുസ്ലിങ്ങളുടെ വിജയ സ്മാരകങ്ങളാണ് എന്ന അവകാശവാദമാണ് ഇയാൾ ഉന്നയിക്കുന്നത്. ഇത് രണ്ടും ഞങ്ങളുടെ ഔദാര്യമാണ് എന്ന മട്ടിലാണ് ഇസ്ലാമിക പണ്ഡിതനായ അതീഖ് ഉർ റഹ്മാൻ സംസാരിക്കുന്നത്. മുസ്ലിം പക്ഷത്തിന് ക്ഷേത്രത്തിന്റെ എല്ലാ അടയാളങ്ങളും തുടച്ചുമാറ്റാമായിരുന്നു. പക്ഷേ അവർ അത് ചെയ്തില്ല എന്നാണ് അതീഖ് ഉർ റഹ്മാന്റെ വാദം. എന്തുകൊണ്ടാണ് അവർ അത് സൂക്ഷിച്ചത്? കാരണം അത് വെല്ലുവിളിക്കപ്പെടില്ല എന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അവർ ആ പുരാവസ്തുക്കളെ ബഹുമാനിക്കുകയും ചെയ്തു. തകർക്കപ്പെട്ട ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ സംരക്ഷിച്ചതിന് മുസ്ലിങ്ങളെ അഭിനന്ദിക്കണമെന്നും മുസ്ലിം പണ്ഡിതനായ അതീഖ് ഉർ റഹ്മാൻ പറയുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇസ്ലാമിക ആക്രമണകാരികൾ ഹിന്ദു ക്ഷേത്രങ്ങളെ തകർത്തത് വളരെയധികം നിസ്സാരവൽക്കരിക്കുകയാണ് അദ്ദേഹം തന്റെ ഈ വാക്കുകളിലൂടെ നടത്തിയിരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു പ്രശ്നമുണ്ടാകുന്നതിന് പകരം നിങ്ങൾ ഈ വസ്തുതയെ അഭിനന്ദിക്കണം. ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള സ്മാരകങ്ങളായതിനാൽ അവ നിലനിർത്തിയതിന് നിങ്ങൾ ഞങ്ങളെ അഭിനന്ദിക്കണം. ഇവ വിജയ സ്മാരകങ്ങളാണ്. വഖഫ് ബോർഡിന് നിരവധി സ്വത്തുക്കളുണ്ട്. എവിടെയെങ്കിലും മസ്ജിദ് നിർമ്മിക്കാമായിരുന്നു. എന്തുകൊണ്ടാണ് അവർ രാമജന്മഭൂമിയിലും കൃഷ്ണ ജന്മഭൂമിയിലും മറ്റും നിർമ്മിച്ചിരിക്കുന്നത്? അത് അവരുടെ വിജയത്തിന്റെ തെളിവാണ്. മുസ്ലിങ്ങൾക്ക് ജ്ഞാൻവാപിയിൽ നമസ്കരിക്കാൻ കഴിയില്ല. ഹൈന്ദവ ക്ഷേത്രത്തിന് മുകളിൽ മസ്ജിദ് നിർമ്മിച്ചതിനാൽ മുസ്ലിങ്ങൾക്ക് ആ മസ്ജിദിൽ നമസ്കരിക്കാനാകില്ല. തർക്കഭൂമിയിൽ പൂജ നടത്താൻ പാടില്ല എന്നത് ഹിന്ദുക്കൾക്കും ബാധകമാക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അതേസമയം ജ്ഞാൻവാപിയിൽ പൂജകൾ നടത്താൻ ഹൈന്ദവർക്ക് അനുമതി നൽകി കോടതി വിധി വന്നതോടെ വാരണാസിയിൽ ഭക്തരുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ജ്ഞാൻവാപി സമുച്ചയത്തിലെ വ്യാസ്ക തെഖാന നിലവറയിൽ പ്രാർത്ഥനകൾ നടത്താനാണ് വിശ്വാസികൾ എത്തുന്നത്. ജ്ഞാൻവാപിയിൽ പ്രാർത്ഥന നടത്തുന്നതിന്റെ അനുഭൂതി വ്യത്യസ്തമാണ് എന്ന് ഭക്തർ പറയുന്നു. തികച്ചും വ്യത്യസ്തമായ അനുഭൂതിയാണ് ജ്ഞാൻവാപിയിൽ നിന്നും ലഭിക്കുന്നത്. ദീർഘനാളത്തെ കാത്തിരിപ്പാണ് കോടതി വിധിയിലൂടെ പൂർത്തിയായത്. ഇവിടെ എത്തുന്ന എല്ലാ ഭക്തരും ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു, വിശ്വാസികൾ പറയുന്നു. ജ്ഞാൻവാപിയിൽ 4 നിലവറകളാണ് ഉള്ളത്. ഇതിൽ വ്യാസ്ക തേഖാന നിലവറയിൽ പ്രാർത്ഥിക്കാനുള്ള അനുമതി കഴിഞ്ഞ ദിവസമാണ് കോടതി വിധിച്ചത്. നിലവറകളിൽ ഒരെണ്ണം ഇപ്പോഴും അവിടെ താമസിച്ചിരുന്ന വ്യാസ് കുടുംബത്തിന്റെ കൈവശമാണ് എന്ന് വിശ്വസിച്ചു വരുന്നു. കോടതി വിധിയോടെ ആചാരങ്ങൾ പാലിച്ച് ജ്ഞാൻവാപിയിൽ ഇന്ന് പൂജകൾ നടന്നിരുന്നു. ദിവസവും ക്ഷേത്രത്തിൽ പൂജകളും ആരതികളും നടത്തുമെന്ന് ഹിന്ദുപക്ഷ അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജെയിൻ വ്യക്തമാക്കിയിരുന്നു. പൂജകൾ സുഗമമാക്കുന്നതിന് 7 ദിവസത്തിനകം ക്രമീകരണങ്ങൾ ചെയ്യാൻ ജില്ലാ മജിസ്ട്രേറ്റിനോട് നിർദ്ദേശിച്ച് ജഡ്ജി AK വിശ്വേഷ് ഉത്തരവിട്ടിരുന്നു. ഇതനുസരിച്ചാണ് ജില്ലാ ഭരണകൂടം കോടതി ഉത്തരവ് പാലിക്കാനുള്ള അവസരം നൽകിയത്. കൃഷ്ണ ജന്മഭൂമി, കാശി വിശ്വനാഥ ക്ഷേത്രം എന്നിവ തകർത്താണ് മുസ്ലിം പള്ളികൾ നിർമ്മിച്ചത് എന്നാണ് വാദം. 2019 ഡിസംബറിൽ അയോധ്യയിലെ ബാബറി മസ്ജിദ് രാമജന്മഭൂമി തർക്കത്തിൽ സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെയാണ് ജ്ഞാൻവാപി മസ്ജിദ് തർക്കം വീണ്ടും ഉടലെടുക്കുന്നത്. വാരണാസി ആസ്ഥാനമായുള്ള അഭിഭാഷകനായ വിജയ് ശങ്കർ റസ്തോഗി കീഴ്ക്കോടതിയിൽ ജ്ഞാൻവാപി മസ്ജിദിന്റെ നിർമ്മാണം നിയമവിരുദ്ധമാണ് എന്ന് അവകാശപ്പെടുകയും പള്ളിയുടെ പുരാവസ്തു സർവേ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമാനസ്.